രാജ്യത്ത് മയക്കുമരുന്ന് വ്യാപനവും മാഫിയകളുടെ പ്രവർത്തനങ്ങളും തടയുന്നതിൽ സുപ്രധാന ഇടപെടലുമായി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം. ലഹരിമരുന്ന് കടത്ത് രാജ്യം മുഴുവൻ പടരുകയാണെന്നും ഇത് അതീവ ആശങ്കാജനകമായ സാഹചര്യമാണെന്നും സുപ്രീം കോടതി. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമത്തിൽ അടിയന്തര നിയമനിർമ്മാണവും എൻഫോഴ്സ്മെന്റ് പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനും എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയച്ചു. അഭിഭാഷകനായ അശ്വിനി കുമാർ ഉപാധ്യായ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ക്രമസമാധാന ഏജൻസികളുടെ വീഴ്ചയിൽ ആശങ്ക അറിയിച്ചത്. ക്രമസമാധാന സംവിധാനങ്ങളുടെ മൂക്കിന് താഴെക്കൂടെയാണ് ലഹരി ശൃംഖല വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാട്ടി. അഫ്ഗാനിസ്ഥാനും ബർമയും ഉൾപ്പെടുന്ന ഗോൾഡൻ ക്രസന്റ് മേഖലകളിൽ നിന്നുമുള്ള അതിർത്തി കടന്നുള്ള ലഹരി കടത്ത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണെന്ന് ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് ജോയ് മാല്യ ബാങ്ചി അഭിപ്രായപ്പെട്ടു. NDPS കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിൽ ഫോറൻസിക് ലാബ് റിപ്പോർട്ടുകൾ വൈകുന്നത് വലിയ തടസ്സമാകുന്നുണ്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ സമർപ്പിക്കുന്നതിന് നിർബന്ധിത സമയപരിധി നിശ്ചയിക്കുക, പരിശോധനകൾക്കും റെയ്ഡുകൾക്കും വ്യക്തമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. ലഹരിമരുന്ന് പിടിച്ചെടുക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും നിർബന്ധമായും വീഡിയോ റെക്കോർഡിംഗും ഡിജിറ്റൽ തെളിവ് ശേഖരണവും ഉറപ്പാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം കേസുകൾ വിചാരണ ചെയ്യാൻ ഓരോ ജില്ലയിലും പ്രത്യേക NDPS കോടതികൾ സ്ഥാപിക്കണമെന്നും കടത്തുകാരുടെ സ്വത്തുക്കൾ സമയബന്ധിതമായി കണ്ടുകെട്ടണമെന്നുമുള്ള നിർദ്ദേശങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീം കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ജനം, ഡൽഹി.